ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. സംസ്ഥാനത്ത് പെൻഷൻ പ്രായം ഉയർത്തില്ല. 4ാം ഭരണ പരിഷ്കാര കമ്മീഷൻ ശുപാർശകൾ സംസ്ഥാന മന്ത്രിസഭായോഗം ഭേദഗതികളോടെ അംഗീകരിച്ചു. പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്നതായിരുന്നു കമ്മീഷൻ ശുപാർശ ചെയ്തത്. KSR, KS ആൻഡ് SSR, കണ്ടക്ട് റൂൾസ് എന്നിവ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സ്ഥലം മാറ്റം സംബന്ധിച്ച് തർക്കം പരിഹരിക്കുന്നതിനായി സർവീസ് സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കാനും തീരുമാനമായി. എല്ലാ ജീവനക്കാർക്കും വാർഷിക ആരോഗ്യ പരിശോധന ഏർപ്പെടുത്താനും വിരമിക്കുന്നതിന് 1 മാസം മുമ്പ് ജീവനക്കാരന്റെ പേരിലുള്ള അച്ചടക്ക നടപടികൾ പൂർത്തീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനി പോർട്ട് ലിമിറ്റഡും സപ്ലിമെന്ററി കൺസഷൻ കരാറിൽ ഏർപ്പെടും. ഇതിനുള്ള അനുമതി മന്ത്രിസഭായോഗം നൽകി. കരാർ പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ട പ്രവൃത്തികൾ 2028ഓടെ പൂർത്തീകരിക്കും. ഇതുവഴി 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന് അദാനി പോർട്ട് വഴിയൊരുക്കും. കരട് വയോജന കമ്മീഷൻ ഓർഡിനൻസിനും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ഇത് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും. വയോജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും വർദ്ധിച്ചുവരുന്ന ഉത്കണ്ഠകളും പരിഗണിച്ചാണ് തീരുമാനം. മുനമ്പം വിഷയത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. തൃശൂർ നാട്ടികയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരെ കണ്ടെത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആശ്രിതരെ കണ്ടെത്തി ധനസഹായം നൽകാനുള്ള തുടർ നടപടികൾ മുഖ്യമന്ത്രി തലത്തിൽ സ്വീകരിക്കും. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, മണിപ്പൂരിലെയും സംഭാലിലെയും അക്രമ സംഭവങ്ങൾ എന്നിവ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 11:30 വരെയും ലോക്സഭ 12 മണിവരെയും നിർത്തിവച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും അടുത്ത മാസം 4-നായിരിക്കും നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുക. കൈക്കൂലി വാങ്ങുന്നവരെ പിടികൂടി ശിക്ഷിക്കുന്നതോടെ അവസാനിക്കുന്നതല്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടമെന്നും അഴിമതി നടത്താനുള്ള മനോഭാവം ഇല്ലാതാക്കുക എന്നതും പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ വിജിലൻസ് ആസ്ഥാനത്ത് നടന്ന ചീഫ് വിജിലൻസ് ഓഫീസർമാരുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അന്വേഷണ മികവ് തെളിയിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി ചടങ്ങിൽ ബാഡ്ജ് ഓഫ് ഓണർ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കായിക സംസ്കാരത്തിന്റെ ഭാഗമാക്കാൻ ലക്ഷ്യമിട്ടാണ് കേരള കോളേജ് സ്പോർട്സ് ലീഗ് രൂപീകരിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. കേരള കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഭാഗമായി കോളേജുകളിൽ സ്പോർട്സ് ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്താദ്യമായിട്ടാണ് കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്നത്. ലീഗിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിലും സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങും. പൊതുശുചിമുറികളുടെ ശുചിത്വ സേവന ഗുണനിലവാരം മെച്ചപ്പെടുത്തി പൊതുജന സൌഹൃദമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണെന്ന് മന്ത്രി MB രാജേഷ്. അന്താരാഷ്ട്ര ശുചിമുറി ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന ടോയ്ലറ്റ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വീടുകൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതുവിടങ്ങൾ എന്നിവിടങ്ങളിൽ വൃത്തിയുള്ളതും ശാസ്ത്രീയമായ വിസർജ്യ സംസ്കരണ സംവിധാനത്തോടു കൂടിയതുമായ ശുചിമുറി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ക്യാമ്പയിൻ. സിംഗപ്പൂരിൽ നടന്ന വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 3ാം മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷിന് വിജയം. ചൈനയുടെ ഡിങ് ലിറേണിനെയാണ് ഗുകേഷ് പരാജയപ്പെടുത്തിയത്. ഇതോടെ 14 മത്സരങ്ങളുള്ള ഫൈനലിൽ ഇരുവരും 1.5 പോയിന്റ് എന്ന നിലയിലെത്തി. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കായി ഡിസംബർ 27, 28, 29 തീയതികളിൽ കോഴിക്കോട് വച്ച് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന കായികമേളയുടെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ 400ഓളം സ്പെഷ്യൽ ബഡ്സ് സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ നിന്നുമായി 5000 പേർ കായികമേളയിൽ പങ്കെടുക്കും. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും ഗവർണർ നിയമിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.